ഒരാൾക്കൊരു വർക്ക് കൊടുക്കുമ്പോൾ അത് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ടാണ് ക്ലയൻറ്റുകൾ വർക്ക് കൊടുക്കും. വെൽഡിങ്ങിൻ്റെ ഏത് വർക്കല്ല അറിയുന്നവന് വേണം വർക്ക് കൊടുക്കുക. അറിയുന്നവൻ എന്നൊരു സ്ഥാപനമായിട്ട് രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഒരു കടമുറി എടുത്ത് അവിടെ ഒരു സ്ഥാപനമായിട്ടിരിക്കുന്നവന് വർക്ക് കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. കാരണം ഒരു വെൽഡ് സെറ്റും തൂക്കി പിടിച്ച് വർക്ക് ചെയ്യുന്നവൻ ഒരു വർക്കിനെ കുറിച്ച്, വെൽഡിങ്ങിൻ്റെ വർക്കിനെ കുറിച്ച്, എഞ്ചിനീയറിംഗിനെ കുറിച്ച് ABC പോലും അവനറിയില്ല. അവരൊരു 10 ആളെ വെച്ച് ഒരു വർക്ക്, നല്ല വർക്ക് ചെയ്യിക്കാൻ അറിയാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നതല്ലാതെ ഒരു നിങ്ങൾ വാങ്ങിച്ചൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ കാലാവധി കഴിയുന്നവരെ ആ സാധനം ഒരു കേടുപാടും ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ വർക്ക് അറിയാവുന്നവന് തന്നെ വർക്ക് കൊടുക്കണം. അല്ലാതെ ഒരു വെള്ളി സെറ്റും തൂക്കി പിടിച്ച് നടക്കുന്നവനെ വിളിച്ച് 1500, 100, 200 കൊടുത്താൽ മതി, അതുകൊണ്ടാവുമെന്ന് വർക്ക് ചെയ്യാതെ പറഞ്ഞ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ക്വാളിറ്റി അത് എത്ര കാലം ഉപയോഗിക്കാം അതിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നതാണ് ഞങ്ങൾ. അവൻ്റെയൊക്കെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ അയാളെ വിളിച്ച് ചോദിച്ചാൽ മതി, എത്ര കഴുക്കോലുകൾ, എത്ര തിക്നെസ്സിലാണ് സാധനം ഇടേണ്ടത്, അല്ല എത്ര ലെന്തിലാണ് കഴുക്കോലിടേണ്ടത്, പർലിങ്ങിൻ്റെ അളവ് നിങ്ങളെങ്ങനെയാണ് കഴിക്കുന്നത്, ഏത് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇത്ര കിലോ തൂക്കം വരുമോ ഇതിന് എന്താണ് ഇത്, എത്ര സ്പേസ് വേണം, ഉത്തരത്തിൻ്റെ ആകെ ഹൈറ്റ്, ഒരു റൂമിലാണ് വേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വലുതായിട്ട് തൂക്കിലൊക്കെ കിടന്ന് ഉരുളും. അവനൊന്നും ഇതിനെക്കുറിച്ച് ABC അറിയാൻ പറ്റുന്നതാണ്. പക്ഷെ പണി അറിയാവുന്നവൻ്റെ അടുക്ക് വർക്ക് കൊടുത്താൽ അവനത് 100% പെർഫെക്ഷനോടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലത്തോളം ഇതിൻ്റെ ഉപയോഗം നീണ്ടു നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അത് ഇപ്പോൾ ₹1 ലാഭിക്കുമ്പോൾ പക്ഷെ അത് ആയുഷ്കാലമായിട്ടുള്ള ഒരു മുതൽക്കോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് അത് സാധിച്ച് കിട്ടും. അങ്ങനെയുള്ളവർക്ക് വർക്ക് കൊടുക്കാൻ. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഒരു ചെറിയൊരു വർക്കാണ്. ഒരു 3000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൂ. പക്ഷേ അത് 3 ലെയർ തട്ട്, അതായത് 3 നില ബിൽഡിങ് പണിയുന്ന പോലെ ഉള്ളൊരു സ്ട്രക്ചർ ബിൽഡിങ്ങാണ്. ഇതിനകത്തൊക്കെ കാണുന്നത് സിമ്പിളായിട്ടാണ്. ആ 12 മീറ്റർ ഹൈറ്റിൽ ഇട്ടുള്ള പോസ്റ്റ് സിമ്പിളായിട്ടാണ്. അത് കണ്ടറിയാം. അത് കണ്ടപ്പോൾ ഒരുപാട് പേര് വന്ന് നോക്കുന്നുണ്ട്. സിമ്പിളായിട്ടാണ് അവരത് നിവർത്തി എടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അത് അറിയാവുന്നവൻ അറിയാവുന്നവനാണ്, പണി അറിയാവുന്നവരാണ് ചെയ്യുന്നതെന്ന് അത് കാണുന്നവർക്ക് തന്നെ ബോധ്യപ്പെടും. സേഫ്റ്റി നോക്കി എല്ലാ ക്വാളിറ്റിയോടുകൂടി തന്നെ ഒരു വിഷയമില്ലാതെ തന്നെയാണ് ആ കാലൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതും ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഡ്രസ്സിൻ്റെ ഇറക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ നമുക്കൊരു വീഡിയോയിൽ കാണാം. പക്ഷെ നിങ്ങളൊരു കാര്യം, നിങ്ങളുടേതായിട്ടുള്ള ചെറിയ വർക്കുകൾ, ഗില്ലാണെങ്കിലും ഗേറ്റാണെങ്കിലും പിന്നെ എന്ത് വെൽഡിങ്ങിൻ്റെ വർക്കാണെങ്കിലും അത് അറിയാവുന്നവനായിട്ട് ഒരു സ്ഥാപനമായിട്ട് ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്ന അവന് കൊടുക്കാൻ നോക്കുക. അല്ലാതെ ഒരു വെള്ളി സെറ്റ് നോക്കി പിടിച്ച് ABC ഒരുപാട് സ്ഥലത്ത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇരുമ്പിൻ്റെ ഇപ്പോൾ ഓട് ഇടുന്ന പരിപാടി ഉപയോഗിച്ച് ഓടിടുന്ന പരിപാടിയുണ്ട്. പക്ഷേ ആ പണ്ടത്തെ ആൾക്കാർ തച്ചുശാസ്ത്രപ്രകാരം കഴുക്കോലിൻ്റെ എണ്ണവും കഴുക്കോല് കട്ടിളപ്പടിയുടെ നേരെ ഇടത്തില്ല, അതേപോലെ ഡബിളായിട്ടാണ് ഇടുന്നത്. സിംഗിളായിട്ടൊക്കെ എത്രയോ വീടിട്ടിട്ടുണ്ട്. അവിടെ നിന്നായിട്ടുള്ള മറ്റുള്ള ദോഷങ്ങൾ അവർ പറയുന്ന ജാതകയാത്രപരമായ ദോഷങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമുണ്ട്. പക്ഷെ അതറിയാൻ മേലാത്തതുകൊണ്ടും തന്നെയാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാത്തത് കൊണ്ട് അവർക്ക് അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ നിങ്ങളറിയാവുന്നിടത്തൊക്കെ ഓടും ഇരുമ്പ് ഉപയോഗിച്ച് പട്ടിയ കഷ്ണവും ഓടൊക്കെ ഇട്ടുന്ന അവിടെയൊക്കെ കഴുക്കോലിൻ്റെ എണ്ണം ഒന്ന് എണ്ണി നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കുന്നതാണ്.
പക്ഷെ നിങ്ങൾ ഏത് വർക്കാണെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന അവരെ വിളിച്ച് അവരുടെ നിന്നുള്ള കാര്യങ്ങൾ കാണാൻ എന്താണെന്നുള്ളത് കൊടുക്കാൻ പരമാവധി ശ്രമിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റി അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലം അത് കറക്റ്റ് പെർഫെക്ഷനായിട്ട് അവരുടെ ഡയറിയായ സാധനം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് കിടക്കും എന്നുള്ളതാണ്. നിങ്ങൾ 40 വർഷം 50 വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ആ സാധനം അവർ പറയുന്ന രീതിയിൽ അവരുടെ മേൽനോട്ടത്തിൽ പണിയറിയാവുന്നവരാണ് അത് പണിത് വെക്കണമെങ്കിൽ 50 വർഷം അതവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ആ മെറ്റീരിയലിൻ്റെ കാലാവധി എന്താണോ അതുവരെ ആ സാധനം അവിടെ പെർഫെക്റ്റായിട്ട് കിടക്കും. അത് ആ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് കാണും. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ ഒരു കള്ളത്തരവും കാണിക്കാതെ ചെയ്യേണ്ട രീതിയിൽ തന്നെ ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പൂർണ്ണത ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള വർക്കുകൾ അറിയാവുന്നവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പരമാവധി ശ്രമിക്കുക. അവരെ വിളിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അറിയാവുന്നവനെ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമമായ കാര്യം. അവർ വരുന്ന സമയമോ ഇതോ നോക്കണ്ട, അവർ ചെയ്യുന്ന വർക്ക് കണ്ടക്റ്റാണ്, കണ്ണിയായിട്ട് തന്നെ. ചിലപ്പോൾ ഒരു 9 മണിക്ക് വരും, അവർ സമയം അതില്ല, 9 മണിക്ക് വന്നിട്ട് 6 മണിക്കാണ് പോകുന്നതായിരിക്കും. ഈ 9 മണിക്ക് വന്നതിന് ഇടയ്ക്ക് 10 മണിക്ക് ചായ കുടിക്കാനിരിക്കുന്ന ടൈമൊന്നുമില്ല. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ചോറിനിറങ്ങും, 2 മണിക്ക് കയറും, 4 മണിക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചാൽ അവർ ചെയ്യും. 6 മണി വരെ എന്ന് പണി വെച്ചാണ് പോകുന്നത്. മറ്റൊരു 8 വരും, 5:15 ആകുമ്പോൾ കഴുകി പോവും, ഒരു 10 മണിയാകുമ്പോൾ ഒരു ചായ കുടി, ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ 1:30 വന്നത്, പിന്നെ ഒരു 3:30-4 മണിയാകുമ്പോൾ ഒരു ചായ കുടി വരുമ്പോൾ അടുത്ത കടയിൽ. ഇതൊന്നും ഇവരെ സംബന്ധിച്ചൊന്നും ഇവരൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് കിടന്ന നമ്പർ അല്ലെങ്കിൽ ഞാൻ നമ്മോട് പറയാം, 81 13 83 59 37 അല്ലെങ്കിൽ 96 45 59 32 98. അത് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ 85 90 27 91 92. ഒരു ഹയർ നമ്പർ ഒന്നുകൂടെ പറയാം, 81 13 83 59 37. മറ്റൊരു നമ്പർ 96 45 59 32 98. വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ 85 90 27 91 92. ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഇതിൻ്റെ ആളുകളെ ലഭിക്കുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർക്ക് ഗംഭീരമായിട്ട് തന്നെ പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്ത് തീർത്ത് തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മുടെ ഇറക്ഷനും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. അത് വരെ ഒരു ചെറിയ ഇടവേള ഞങ്ങൾക്കും നമ്മുടെ നമ്പർ മറക്കണ്ട, 81 13 83 59 37 അല്ലെങ്കിൽ 96 45 59 32 92. അല്ലാതെ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, വാട്സപ്പ് 85 90 27 91 92. ഈ നമ്പർ ഓർത്ത് വെച്ചുകൊള്ളുക. നിങ്ങളുടെ വീട്ടിൽ ചെറിയതുമായ വലുതുമായ എന്ത് വെല്ലിങ് വർക്കുകൾക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്.